വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, എല്ലാവർക്കും ശാലോം ടി വിയിലെ വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദയമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയുവാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ഈശോ മിശിഹ പരിശുദ്ധ കുർബാനയായി നമ്മുടെ ഉള്ളിൽ അലിഞ്ഞു ചേർന്നവനല്ലേ. അവൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന ബോധ്യത്തോടുകൂടി കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അപ്പത്തിൻ്റെ രൂപത്തിൽ നിന്ന് സ്വീകരിച്ചു. ഞങ്ങളുടെ ഹൃദയമാകുന്ന സക്രാരിയിൽ നീയുണ്ട്. നീ ഞങ്ങളോട് സംസാരിക്കുന്ന, ഹൃദയം ചൊലിക്കുന്നൊരു അനുഭവം ഈ മണിക്കൂറിൽ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ പൂർണ്ണമായും നിൻ്റേതാക്കി മാറ്റണമേ. നിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ, നിൻ്റെ പദ്ധതിയിൽ നിന്ന് ഞങ്ങൾ മാറിപ്പോകുമ്പോഴും നിരാശരാകാതെ അനുതാപത്തിൻ്റെ ചൈതന്യത്തിൽ നിന്നിലേക്ക് മടങ്ങി വരാൻ, നിൻ്റെ നന്മയുടെ പദ്ധതിയുടെ ഭാഗമായി മാറാൻ, നീ ഞങ്ങൾക്കായി കരുതുന്ന നന്മയുടെ വഴികൾ കണ്ടെത്തുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ മണിക്കൂറിൽ താവയിലെ ദാസനെ നീ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും, അവരുടെ നിയോഗങ്ങളെയും, അവരുടെ കുടുംബങ്ങളെയും എല്ലാം കർത്താവെ നിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ. വചനമയച്ച് രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. വചനത്തിൻ്റെ ശക്തിയാൽ പാപികളെ മാനസാന്തരപ്പെടുത്തണമേ. വചനത്തിൻ്റെ ശക്തിയാൽ തിന്മയുടെ അന്ധകാരത്തിൻ്റെ കെട്ടുകളെ നീ തകർത്തെറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ ജോലി മേഖലകളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ, ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെല്ലാം അങ്ങയുടെ പരിശുദ്ധ വചനത്തിൻ്റെ അഗ്നിയാൽ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ, കോട്ടയായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹീതയാകുന്നു. അങ്ങയുടെ ദുരവരമായ ഈശോ അനുഗ്രഹീതനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുമേറ്റും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ഈ വചന ശുശ്രൂഷയിൽ ധ്യാനിക്കുന്ന വിഷയം അനുതാപ കണ്ണുനീരിൽ തൻ്റെ പദ്ധതികളെ നവീകരിക്കുന്നൊരു ദൈവത്തെയാണ്. നാം പഠിക്കുന്ന വചനഭാഗം ബൈബിളുള്ളവർ ദയവ് ചെയ്ത് ബൈബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഈ വചനം പഠിക്കാം, ധ്യാനിക്കാം. സാമുവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ നാഥാൻ ദാവീദിനെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊക്കെ വളരെ പരിചിതമായ ദാവീദിൻ്റെ ജീവിതത്തിലെ ഒരനുഭവമാണത്. ഒരു ദിവസം നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കലേക്ക് ദൈവത്താൽ അയക്കപ്പെടുകയാണ്. അവൻ വന്ന് രാജാവിനോട് ഒരു കഥ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആ കഥയിപ്രകാരമാണ്, ഒരു നഗരത്തിൽ 2 മനുഷ്യരുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അപരൻ ദരിദ്രനും. ധനവാന് വളരെയേറെ ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻകുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അതവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്നത് തിന്നു, അവൻ്റെ പാനീയത്തിൽ നിന്നത് കുടിച്ചു. അതവൻ്റെ മടിയിലുറങ്ങി. അതവൻ്റെ മകളെപ്പോലെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ധനവാൻ്റെ വീട്ടിൽ ഒരു യാത്രക്കാരൻ വരികയാണ്. അവന് വേണ്ടി സ്വന്തം ആടുകളിൽ ഒന്നിനെ കൊന്ന് ഭക്ഷണം ഒരുക്കാൻ മനസ്സ് കാണിക്കാതെ ധനവാൻ
ദരിദ്രനായ മനുഷ്യൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇതാണ് കഥ. ഇത് കേട്ടയുടനെ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണേ, ഇത് ചെയ്തവൻ മരിക്കണം. അവൻ നിർദ്ദയം അത് ചെയ്തതുകൊണ്ട് 4 മടങ്ങ് മടക്കി കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നാഥാൻ പ്രവാചകൻ പറഞ്ഞ കഥയ്ക്ക് മുമ്പിൽ എന്നെയും നിങ്ങളെയും പോലെ പ്രതികരിക്കുന്ന ഒരു ദാവീദ് രാജാവിനെയാണ് നമ്മളിവിടെ ആദ്യം കണ്ടുമുട്ടുന്നത്. ദാവീദിൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണം. അവൻ ക്രുദ്ധനായി, രാജാവിൻ്റെ നീതിബോധം ഉണർന്നു. അവൻ മരിക്കണം, 4 ഇരട്ടിയായി പരിഹാരം ചെയ്യണം എന്ന് രാജാവ് കൽപ്പിക്കുകയാണ്. 7-ാമത്തെ വാക്യത്തിൽ നമ്മളൊരു ട്വിസ്റ്റ് കാണുകയാണ്. 2 മനുഷ്യരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് തുടങ്ങിയ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, അവൻ മരിക്കണമെന്ന് നീ പറഞ്ഞെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ, ആ മനുഷ്യൻ നീ തന്നെ. എന്നിട്ട് ദൈവത്തിൻ്റെ സ്വരമായി നാഥാൻ പ്രവാചകൻ മാറുകയാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരമായി നാഥാൻ പ്രവചിക്കുകയാണ്. ഞാൻ നിന്നെ ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്തു, സാവൂളിൽ നിന്ന് രാജ്യം നിനക്ക് തന്നു. നിനക്ക് ഇസ്രായേലിൻ്റെ മേൽ, ഇസ്രായേലിൻ്റെയും യൂദായുടെയും മേൽ സർവാധിപത്യം ഞാൻ നൽകി. നിനക്ക് എന്തിൻ്റെയെങ്കിലും കുറവുണ്ടായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് നീ ഹിത്യനായ ഉറിയായെ കൊന്ന് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനിടയായത്? നാഥാൻ പ്രവാചകൻ ഈ കഥയിലെ 2 മനുഷ്യന്മാരെ, ഒരുവനെ ദാവീദിനോടും ദരിദ്രനെ ഉറിയായോടും തുലനം ചെയ്തുകൊണ്ട്, ആ ആട്ടിൻകുട്ടിയെ ദരിദ്രനായ മനുഷ്യൻ എങ്ങനെയാണോ താലോലിച്ച് വളർത്തുന്നത് സ്വന്തം കുഞ്ഞിനെ പോലെ, അങ്ങനെ അത്രമാത്രം ഉറിയായും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ എടുത്തു കാട്ടിക്കൊണ്ട് ആ ബന്ധത്തിനിടയിൽ കഴുകൻ കണ്ണുമായി കടന്നു ചെന്ന യാത്രക്കാരൻ, ഹെബ്രായ ഭാഷയിൽ ഈ ഉലാത്തുന്നവനായി എന്ന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് യാത്രക്കാരൻ എന്ന വാക്കിനായിട്ട് ബൈബിൾ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഉലാത്തുന്നവനായ ദാവീദ് സ്വന്തമാക്കുകയാണ്. ഈ കഥയുടെ പശ്ചാത്തലം ഇതിന് തൊട്ടു മുമ്പത്തെ അധ്യായത്തിലുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഉറിയായെ ചതിവിൽ കൊലപ്പെടുത്തി അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി ചിത്രീകരിച്ചുകൊണ്ട് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കുന്നു. അതിനു മുമ്പ് തന്നിലൂടെ ഉണ്ടായ ബത്ശേബായുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഉറിയായെ കെട്ടിയേൽപ്പിക്കുവാനായിട്ടുള്ളൊരു ശ്രമം ദാവീദ് നടത്തുന്നുണ്ട്. അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് അവൻ ഇത്രയും ക്രൂരമായൊരു കൃത്യം ചെയ്യുന്നത്. തുടർന്നങ്ങോട്ട് നാഥാൻ പ്രവാചകനിലൂടെ ദാവീദ് ചെയ്ത ഈ അവിശ്വസ്തതയ്ക്ക്, ദാവീദ് ചെയ്ത ദൈവനിഷേധത്തിന് ദൈവം ഇത്രമാത്രം കരുതലോടെ, കരുണയോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ കരുതിയ തൻ്റെ മനസ്സിനിണങ്ങിയ പ്രിയപ്പെട്ട ഇസ്രായേലിൻ്റെ രാജാവായി ഉയർത്തിയ ദാവീദ് തന്നോട് കാണിച്ചൊരു അവിശ്വസ്തത എത്രമാത്രം ദൈവത്തിന് വേദനാജനകമായി എന്ന് ആ വചനങ്ങളിൽ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവമുണ്ടാക്കും. നിന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നിന്റെ ഭാര്യയെ അന്യന് കൊടുക്കും. പട്ടാപ്പകൽ അവരോടൊത്ത് ശയിക്കും. ഇത് നീ രഹസ്യമായി ചെയ്തു, ഞാനിത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ ചെയ്യിക്കും. ദൈവത്തിൻ്റെ ഒരു വേദനയാണ്. രഹസ്യങ്ങൾ അറിയുന്നൊരു ദൈവം, നമ്മുടെ രഹസ്യ പാവങ്ങളെ പ്രതി വേദനിക്കുന്നൊരു ദൈവം അതിന് പരസ്യമായി ജഡ്ജ് ചെയ്യും, വിധി നടത്തും. പലപ്പോഴും പ്രിയപ്പെട്ടവരെ,
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചു പോകുന്നൊരു ചോദ്യമുണ്ട്. പരസ്യമായ പല അനുഭവങ്ങളും വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിൻ്റെ കാരണം തിരുവചനത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. നീ രഹസ്യമായി ചെയ്തതിൻ്റെ പരിഹാരമാണിത്. നീ രഹസ്യമായി ചെയ്തതിന് മുമ്പിൽ ദൈവത്തിന് വിധിയുണ്ട്. അത് ശിക്ഷയല്ല പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിധിയാണ്. നീതിയുള്ള ന്യായാധിപനായ കർത്താവിൻ്റെ ഒരു വിധി. നിന്റെ രഹസ്യങ്ങൾ നിർമ്മലമാണെങ്കിൽ നിന്റെ പരസ്യങ്ങളിൽ നിനക്ക് അനുഗ്രഹവും, നിന്റെ രഹസ്യങ്ങൾ പാപമംഗലമാണെങ്കിൽ നിന്റെ പരസ്യങ്ങളിൽ നിനക്ക് നിന്ദനങ്ങളും ഒരുപക്ഷേ സമൂഹത്തിന് മുമ്പിൽ അവഹേളനങ്ങളും ഏൽക്കേണ്ടി വരാം. പക്ഷേ അത് മാറ്റാനുള്ള വഴികളുണ്ട്. അത് നീ ആർജിച്ചെടുത്താൽ, ദൈവത്തിനു മുമ്പിൽ നീ അനുതാപത്തോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, നിന്റെ ദൈവം, നീ ദൈവത്തിൻ്റെ പദ്ധതിയെ മറുതലിക്കുമ്പോഴും നിന്റെ ജീവിതത്തെ തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി നിന്നെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവമാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് തുടർന്നുള്ള വചനങ്ങളിൽ. അപ്പോൾ ദാവീദിന് ഇത് കേട്ടപ്പോൾ ഉണ്ടായൊരു മാനസാന്തരമുണ്ട്. 13-ാമത്തെ തിരുവചനം. ദൈവവചനം കേൾക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു പ്രതികരണമാണിത്. ദാവീദിന് ആദ്യം ഈ കഥ കേട്ടപ്പോൾ അത് തന്നെക്കുറിച്ചല്ല മറ്റാരെക്കുറിച്ചോ ആണ് പറയുന്നത് എന്ന ബോധ്യത്തോടു കൂടിയാണ് അവൻ പറഞ്ഞത്, ഇവൻ തീർച്ചയായിട്ടും മരിക്കണം, 4 ഇരട്ടിയായിട്ട് 7 ഇരട്ടിയായിട്ട് മടക്കി കൊടുക്കണം. നമ്മളൊക്കെ സാധാരണ വചനം കേൾക്കുമ്പോഴും എല്ലാവരും ചിന്തിക്കുന്നൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, ഇത് ഞാനല്ല കേൾക്കേണ്ടത്, ഇത് കേൾക്കേണ്ടത് എൻ്റെ ജീവിത പങ്കാളിയാണ്, അതല്ലെങ്കിൽ എൻ്റെ മക്കളാണ്, അതല്ലെങ്കിൽ മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരാണ്, മേലധികാരികളാണ്, അവരിത് കേട്ടിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. പക്ഷേ ഇതെന്നോടാണ് പറയുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നു ദാവീദിനെ പോലെ നമുക്കും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ ഉപമയെ, ആ കഥയെ വിശദമാക്കി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അനുതാപമായി ദാവീദിൻ്റെ ഹൃദയം ഉരുകാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതുവരെയും അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. ഞാൻ ചെയ്തത് ആരും അറിഞ്ഞിട്ടില്ല, രാജാവ് ഒരു വലിയ പുണ്യപ്രവൃത്തി ചെയ്തു, യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഉറിയായുടെ ഭാര്യയെ അനാഥയാക്കാതെ അവളെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു, ഓ രാജാവ് എത്രയോ നല്ലവനെന്ന് ജനം മുഴുവൻ വാഴ്ത്തിപ്പാടുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ, രഹസ്യങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനാണ് എന്ന് തിരിച്ചറിവുണ്ടാകാൻ ദൈവത്തിൻ്റെ വചനത്തിന് ദാവീദ് കാതോർക്കേണ്ടി വന്നു. ഞാനും നിങ്ങളും കാതോർക്കേണ്ടത് ഈ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാനാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു പോയി എന്ന് ദാവീദ് ഏറ്റുപറഞ്ഞു. അപ്പോൾ നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നീ മരിക്കുകയില്ല. നീ തന്നെ പറഞ്ഞല്ലോ അവൻ മരിക്കണമെന്ന്, എന്നാൽ കർത്താവ് ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കില്ല. ആ മനുഷ്യൻ മരിക്കണമെന്നല്ലേ നീ പറഞ്ഞത്? ദൈവം ക്ഷമിച്ചതുകൊണ്ട് ആ മനുഷ്യനായ നീ മരിക്കില്ല. എങ്കിലും ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞു മരിച്ചു പോകും. അപ്പൻ ചെയ്ത തെറ്റിന് മക്കളെ കൊണ്ട് പരിഹാരം ചെയ്യിക്കുകയല്ലിവിടെ. പിന്നെയോ ദാവീദിൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായിട്ടുണ്ടായ ആ കുഞ്ഞിനെ ദൈവം കരുണയോടെ കടാക്ഷിക്കുകയാണ്. ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ച് പാപത്തിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടാൻ ഇടവരാതെ ദൈവം ആ കുഞ്ഞിനെ നിത്യതയിലേക്ക് സ്വീകരിക്കുകയാണ്. തുടർന്നുള്ള വചനങ്ങളിൽ ഈ കുഞ്ഞ് രോഗബാധിതനാകുന്ന രംഗമാണ്. ഇത്രയും പറഞ്ഞിട്ട് നാഥാൻ്റെ വീട്ടിലേക്ക് പോയി. ദാവീദിൻ്റെ കുഞ്ഞിൻ്റെ മേൽ കർത്താവിൻ്റെ പ്രഹരമേൽക്കുകയാണ്.
അതിനൊരു രോഗം പിടിവിട്ടു. എന്താണ് രോഗമെന്ന് അവിടെ പറയുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയിൽ ദാവീദ് രാജാവ് ഒരു പരിഹാര കർമ്മം നടത്തുന്നത് പോലെ ചാക്കുടുത്ത് നിലത്ത് കിടന്ന് ഉപവസിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവൻ നിലത്ത് കിടന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശ്രേഷ്ഠന്മാർ പലരും വന്ന് അവൻ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരിക്കലും അത് കൂട്ടാക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. 7 ദിവസം കഴിഞ്ഞപ്പോൾ 7-ാം ദിവസം കുഞ്ഞ് മരിച്ചു. പക്ഷെ ഈ വിവരം ദാവീദിനോട് പറയാൻ ആർക്കും ധൈര്യമില്ല. സേവകന്മാരെല്ലാം ഇങ്ങനെ അടക്കം പറയുന്നത് ദാവീദ് ശ്രദ്ധിച്ചു. കാരണം അവർ പറഞ്ഞു, കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന സമയത്തും ഇത്രത്തോളം കഠിനമായ തപസ്ഥിതിയിലൂടെ കടന്നുപോയെങ്കിൽ മരിച്ചു എന്ന് കേട്ടാൽ ചിലപ്പോൾ വല്ല ആത്മഹത്യയും ചെയ്തേക്കാം എന്നുള്ള രീതിയിലുള്ള ചിന്ത. അതാണ്, കുഞ്ഞ് മരിച്ചെന്ന് നാം എങ്ങനെ അറിയിക്കും? അവൻ വല്ല സാഹസവും കാണിക്കുമെന്ന് വചനം കുറിച്ച് വയ്ക്കുകയാണ്. അവരുടെ അടക്കം പറച്ചിൽ കേട്ടപ്പോൾ ദാവീദിന് സംശയം തോന്നി. അവൻ തിരക്കി, കുഞ്ഞു മരിച്ചുവോ? അവർ പറഞ്ഞു, ഉവ്. അപ്പോൾ ദാവീദ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, തറയിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് തൈലം പൂശി വസ്ത്രം മാറി ദേവാലയത്തിൽ ചെന്ന് ആരാധിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, എന്തിനു വേണ്ടിയാണോ താൻ കഠിന തപസ്സെടുത്ത് പ്രാർത്ഥിച്ചത്, ആ കാര്യം നിറവേറാത്തപ്പോഴും തൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു ദാവീദ്. കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് അവൻ നിലത്ത് വീണ് കിടന്ന് തപസ്സെടുത്ത് പ്രാർത്ഥിച്ചത്. പക്ഷേ ദൈവം അത് സ്വീകരിച്ചില്ല എന്നറിയുമ്പോഴും, കുഞ്ഞ് മരിച്ചു എന്നറിയുമ്പോഴും അവൻ ദൈവത്തെ ആരാധിക്കുകയാണ്. ഒരു കൊട്ടാരത്തിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ചു. അപ്പോൾ സേവകന്മാർ ചോദിക്കുകയാണ്, അങ്ങെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? കുഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഉപവസിച്ച് കരഞ്ഞു, മരിച്ചപ്പോഴാകട്ടെ എഴുന്നേറ്റ് ഭക്ഷിക്കുന്നു. അപ്പോൾ ദാവീദ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കർത്താവ് കൃപ തോന്നി കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചെങ്കിലോ എന്നോർത്ത് ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ കൃപയ്ക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവിൻ്റെ ഇഷ്ടം അതല്ലായിരുന്നു. ഞാൻ ഉപവസിക്കുന്നത് ഇനി എന്തിന്? മരിച്ചുപോയ കുഞ്ഞിനെ ഉപവസിച്ചിട്ട് വീണ്ടും ജീവിപ്പിക്കാൻ ഞാൻ തുനിയേണ്ട കാര്യമില്ല. ഞാൻ ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ അടിയറ വയ്ക്കുന്നു. ഇതൊരു വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ അപ്പടി സാധിച്ചു കിട്ടുമ്പോൾ മാത്രം ദൈവമേ സ്തുതി ഹല്ലേലൂയ എന്ന് പറയുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ ദൈവം തൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പെരുമാറുന്നു എന്ന് മനസ്സിലാകുമ്പോഴും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ വിട്ടുകൊടുക്കാൻ ദാവീദിനെ പോലെ നമുക്ക് കഴിയണം. അവൻ തൻ്റെ തപശ്ചര്യകൾ അവസാനിപ്പിച്ചിട്ട് തൻ്റെ ഭാര്യയായ ബത്ശേബയെ ആശ്വസിപ്പിക്കുകയാണ്. തുടർന്ന് അവളെ അവൻ പ്രാപിക്കുകയും മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അവൻ്റെ പേരാണ് സോളമൻ. അവനാണ് പിന്നീട് ദാവീദിൻ്റെ പിൻഗാമിയായി സർവ്വവിജ്ഞാനമുള്ളവനായി. ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, സോളമനേക്കാൾ വലിയവനാണ് ഈശോ. കാരണം ദക്ഷിണദേശത്ത് നിന്ന് രാജ്ഞി സോളമൻ്റെ വിജ്ഞാനം കണ്ടുവന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രവാഹമായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മൾ ഈ വചനത്തെ ധ്യാനിക്കുമ്പോൾ ബത്ശേബ ദാവീദിൻ്റെ ഭാര്യയാകുന്നതും ബത്ശേബയിലൂടെ സോളമൻ എന്ന മകൻ ജനിക്കുന്നതുമൊന്നും ദൈവത്തിൻ്റെ ഒറിജിനൽ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്ന് വരില്ല. കാരണം ഊരിയായെ ചതിവിൽ കൊലപ്പെടുത്തിയത് ഒരിക്കലും ദൈവത്തിൻ്റെ പദ്ധതിയാകണം എന്ന് നമുക്ക് ഗണിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത്, ദാവീദ് രാജാവ് അനുദപിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ, തൻ്റെ കുറ്റമേറ്റു പറഞ്ഞപ്പോൾ 51-ാം സങ്കീർത്തനം ദാവീദിൻ്റെ ഈ അനുതാപത്തിൻ്റെ കീർത്തനമാണ്. അവിടെ തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി അവൻ്റെ ജീവിത അനുഭവത്തെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം, അവൻ്റെ പാപം നിറഞ്ഞ തിന്മയുടെ കറയുള്ള ജീവിത അനുഭവത്തെ പോലും തൻ്റെ കരുണയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റി ദൈവം അവനെ തൻ്റെ പദ്ധതിയോട് ചേർത്ത് മുന്നോട്ട് നയിക്കുന്നൊരു രംഗം. പ്രിയപ്പെട്ടവരെ, ഈ കഥ, ഈ സംഭവം നമ്മൾ ധ്യാനിക്കുമ്പോൾ
എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും പലവിധ കാര്യങ്ങളാൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരാകാം. നമ്മുടെ രഹസ്യങ്ങൾ പലതും, നമ്മുടെ രഹസ്യ പാപങ്ങൾ പലതും ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളതാകാം. ഭയപ്പെടേണ്ട, നഷ്ടധൈര്യരാകേണ്ട. ദാവീദിനെ പോലെ ഞാൻ ദൈവമേ നിനക്കെതിരായി തെറ്റ് ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങി വന്നാൽ ദൈവം കരുണ കാണിക്കുന്നവനാണ്, അവൻ്റെ പദ്ധതിയോട് ചേർത്ത് നിർത്തുന്നവനാണ്. ധൂർത്തപുത്രനെ ചേർത്ത് പിടിച്ച കർത്താവ്, പാപിനിയായ സ്ത്രീയെ കുറ്റം വിധിക്കാതെ പറഞ്ഞയച്ച കർത്താവ്, നല്ല കള്ളന് പറുദീസ കൊടുത്ത കർത്താവ്, അനുദപിക്കുന്ന പാപികളെക്കുറിച്ച് കൂടുതൽ സന്തോഷം സ്വർഗത്തിലുണ്ടാകുമെന്ന് പറഞ്ഞ കർത്താവ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ, നിൻ്റെ അനുതാപത്തിൻ്റെ മുമ്പിൽ, കർത്താവെ ഞാൻ നിനക്കെതിരായി തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഏറ്റുപറച്ചിലിന് മുമ്പിൽ മനസ്സലിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മനസ്സലിവ് അനുഭവിക്കുവാനായിട്ട് നമ്മൾ മറ്റൊന്നും ചെയ്യണ്ട. കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരരുത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റ് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുന്നതോടൊപ്പം വീണ്ടും വീണ്ടും പാപത്തിൽ വീണ് ദൈവത്തിൻ്റെ വിധിക്ക് വിധേയരാവുകയാണ്. ദാവീദിനെ പോലെ, പാപിനിയായ സ്ത്രീയെപ്പോലെ ഈ വാക്കുകൾ നമുക്ക് കേൾക്കാം. നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മേലിൽ പാപം ചെയ്യരുത്. അവിടെ ദൈവം നിന്നെ ചേർത്ത് പിടിച്ചു. പക്ഷേ നീ വീണ്ടും പാപം ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ കരവലയത്തിൽ നിന്ന് നീ പിന്നിമാറിപ്പോവുകയാണ്, വീണ്ടും വിധിക്ക് നീ വിധേയനാവുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എന്തുമാകട്ടെ, നമ്മുടെ രഹസ്യങ്ങൾ പലതുണ്ടാകാം. കഴിഞ്ഞ കാലങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നീതിയുള്ള ന്യായാധിപൻ്റെ മുമ്പിൽ കുറ്റപ്പെടുത്തലുകൾ കിട്ടുന്നതാകാം. പക്ഷേ ഈ നിമിഷം ദൈവത്തിൻ്റെ വചനം നാഥാനിൽ നിന്ന് വന്നത് ദാവീദ് സ്വീകരിച്ചതുപോലെ സ്വീകരിച്ച്, ദൈവമേ ഞാൻ നിനക്കെതിരായി പാപം ചെയ്തു പോയി എന്ന് ഏറ്റുപറയാൻ കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി. എൻ്റെ മനസ്സിനിണങ്ങിയവൻ ആയി ഞാൻ ദാവീദിനെ കണ്ടു എന്ന് പറഞ്ഞ ദൈവം മറക്കുന്ന ദൈവമാണ്. പാപം മറക്കാൻ ദൈവത്തിന് ഒരു മടിയുമില്ല. പക്ഷേ ആ മറവിക്ക് പിന്നിൽ നിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ട്. ആ കണ്ണുനീരിലാണ് ദൈവം നിൻ്റെ അപരാധങ്ങൾ മറന്നു കളയുന്നത്. ആ ഒരു അനുഭവം, അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാനുള്ള അനുഭവം ദൈവം നമുക്ക് തരട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവേ, ദാവീദിനെ പോലെ ഞങ്ങൾ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. വചനം കേൾക്കുമ്പോഴൊക്കെ ഇത് മറ്റാരെക്കുറിച്ചോ ആണ് പറയുന്നത് എന്ന് കേട്ട് ദാവീദ് പറഞ്ഞ പോലെ അവൻ മരിക്കണമെന്ന് പറഞ്ഞു പോകുന്ന, ചിന്തിച്ചു പോകുന്ന ബലഹീനരാണ് ഞങ്ങൾ. എന്നാൽ നാഥാൻ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ സ്വരം കടന്നു വന്നപ്പോൾ ആ മനുഷ്യൻ നീ തന്നെ എന്ന് സത്യം ഗ്രഹിച്ച ദാവീദ് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് കരഞ്ഞ് ദൈവത്തെ മനസ്സലിയിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ ആ വലിയ അനുഭവം പോലെ, ദൈവമേ നിൻ്റെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ, നിൻ്റെ കാരുണ്യാതിരേകത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ മായിച്ചു കളയണമേ എന്ന് തുടങ്ങുന്ന 51-ാം സങ്കീർത്തനം തൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റിയ ദാവീദിനെ പോലെ കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയാൻ, ഞങ്ങളുടെ കണ്ണുനീരിനാൽ ഞങ്ങളുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളും ഈശോയിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകത്തിനാണ്. സ്വർഗം സന്തോഷിക്കുന്നത് അനുദപിക്കുന്ന പാപികളെക്കുറിച്ചാണെങ്കിൽ ഈ നിമിഷം എന്നെ പ്രതി, എൻ്റെ അനുതാപത്തെ പ്രതി സ്വർഗം സന്തോഷിക്കും എന്നുള്ള ബോധ്യത്തോടു കൂടി കർത്താവെ, ആ സ്വർഗീയ സന്തോഷത്തോട് ചേർന്ന് മാലാഖമാരുടെ സ്തുതിഗീതങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഒന്നുചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. കർത്താവേ, അനുതാപത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണമേ. പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ. ദൈവിക പദ്ധതിയെ ഞങ്ങളുടെ ജീവിതത്തിൽ തിരസ്കരിച്ച നിമിഷങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ